ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ദേ ഇവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. കൂടാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ബട്ടറും ചീസും ഒക്കെ വെച്ചാണ് കേട്ടോ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ബട്ടറും ചീസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി കൊടുക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ദാ ഇവിടെ തയ്യാറാക്കാനായിട്ട് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളെടുത്ത് ഈ മുട്ട 4 നമുക്ക് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാമേ. പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ഓംലെറ്റ് അടിക്കാൻ വേണ്ടി മുട്ട നല്ലോണം ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കില്ലേ, അതേ രീതിക്ക് നമുക്കിതൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. അത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് പതപ്പിച്ചെടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ച് തന്നെ നമ്മൾ ഓംലെറ്റ് ഒക്കെ തയ്യാറാക്കുന്ന പോലെ നല്ലോണം അങ്ങ് അടിച്ച് പതപ്പിച്ചെടുക്കുകയാണ്. നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു സ്നാക്സ് റെസിപ്പി എന്ന് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു ഡിന്നർ റെസിപ്പി ആയിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇത് ഒരെണ്ണം തയ്യാറാക്കി കഴിച്ചാൽ മതി. നമുക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സോ ഡിന്നറോ തന്നെ ആയിരിക്കും കേട്ടോ. അത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ മുൻപോട്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ആണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ എല്ലാവരും ഒന്ന് കയറി കാണുകയും തയ്യാറാക്കി നോക്കുകയും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ മുട്ട നല്ലോണം അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ നല്ലോണം ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. അപ്പോൾ അതിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇട്ട് കൊടുക്കാമേ. ക്യാരറ്റ് എന്താ ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചോപ്പറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ആ ഒരു ചോപ്പറിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കയ്യിൽ കിട്ടിയതിന് ശേഷം സത്യം പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് പൊടിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യേ. ഇനി ഞാൻ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കവും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം കഷ്ണങ്ങളൊന്നും അങ്ങനെ വെന്ത് വരണ്ട, ചെറുതായിട്ടൊന്ന് വാട്ടി കിട്ടിയാൽ മാത്രം മതി. ഇനി അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ആ സെയിം പാൻ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പാൻ വേണമെങ്കിലും എടുക്കാം. അപ്പം നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് കഴുകി എടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ സെയിം പാൻ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതല്ലേ നമുക്ക് എളുപ്പം. അപ്പം ഞാൻ ആ സെയിം പാനിലേക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. ഈ സമയമൊക്കെ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കണേ. അപ്പോൾ എന്താ മുട്ട പകുതി ഒന്ന് വേകാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആ ഒരു സൈഡിലോട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ. സൈഡിലോട്ട് ഇങ്ങനെ തട്ടി അതൊന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം മറ്റേ സൈഡിലേക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിലുള്ള ഈ സ്ലൈസ് ആയിട്ടുള്ള ചീസ് ആയതുകൊണ്ട് ഞാൻ 2 കഷ്ണം ചീസ് വയ്ക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ഗ്രേറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ ഈ സൈഡിലോട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയേ. ഇത് ഇത്രയും ആയതിനു ശേഷം നമുക്ക് ഇതങ്ങ് മറിച്ച് വയ്ക്കാം കേട്ടോ. ഇതേപോലെ അങ്ങ് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാമേ. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക. അപ്പോൾ ഇതേപോലെ അങ്ങ് മറിച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ്, ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിത് സർവിങ് പാത്രത്തിലോട്ട് മാറ്റാമേ. അപ്പോൾ ഇതൊന്ന് മറിച്ച് വെച്ചതിന് ശേഷം അതൊന്ന് വെന്തതിന് ശേഷം നമുക്കിത് സർവിങ് പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. പിന്നെ മുട്ട എത്രത്തോളം മൊരിച്ചെടുക്കണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അത്യാവശ്യം മൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം അതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പം ആ മൊരിഞ്ഞതിൻ്റെ ഒരു ടേസ്റ്റും ബട്ടറിൻ്റെയും ചീസിൻ്റെയും ഒക്കെ കൂടെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പം മൊരിച്ചെടുത്തത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം മൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എത്രത്തോളം മൊരിച്ചെടുക്കണമോ ആ രീതിക്ക് നിങ്ങൾക്ക് മൊരിച്ചെടുക്കാം കേട്ടോ. എന്തായാലും 3 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് സർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്, തണുത്തതിന് ശേഷം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്നാക്സ് ആയിട്ടും നല്ലൊരു ഡിന്നർ റെസിപ്പി ആയിട്ടും നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.